ഞാൻ ഡോക്ടർ MP മണി. ഇന്നലെ കണ്ണൂരിൽ ഒരു അന്തർദേശീയ ആയുർവേദ സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. ഇന്ന് അതേക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ആയുർവേദ പ്രസ്ഥാനത്തിൻ്റെ പോസ്റ്റ്. അതിൽ പറയുന്നത് കേവലം 5.5 വർഷത്തെ പഠനം കൊണ്ട്, ആയുർവേദ കോളേജിലെ പഠനം കൊണ്ട് പുറത്തു വരുന്ന ഒരാൾക്ക് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു എന്ന് കാണിച്ചാണ് ആ പോസ്റ്റ് കണ്ടത്. ഇവിടെ ആയുർവേദ രംഗം മറ്റു വൈദ്യശാസ്ത്രങ്ങളെ പോലെയല്ല. ഈ പരദോഷമാണ് സർവത്ര. ഈ കുറേ നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാർ, അതിന് ഒരുപാട് പ്രഗത്ഭരുണ്ട്. ഈ പാരമ്പര്യ വൈദ്യന്മാർ ഒരുപാട് പേര് പറയാനുള്ളത് ആയുർവേദ കോളേജിൽ പഠിച്ചവന്മാർക്ക് ഒരു വിവരമില്ല. പരസ്യമായിട്ട് അവരത് പറയും. ആയുർവേദ കോളേജിൽ പഠിച്ചവർക്ക് ഒരു തിരിച്ചും പറയും. ഇതല്ല ശാസ്ത്രത്തിൻ്റെ രീതി. ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ട് പുതിയ അറിവുകളിലൂടെ സഞ്ചരിക്കണം. അറിവുകൾ കൂട്ടമായിരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതാണ് പിന്നെ ജനങ്ങളോട് പറയേണ്ടത്. വളരെ ദൗർഭാഗ്യകരമായി പറയട്ടെ, ആയുർവേദത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. ഞാൻ 1968 ഷൊർണൂർ ആയുർവേദ കോളേജ് ചേർന്നത്. അന്ന് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ C. പുരുഷോത്തമൻ സാറ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അംഗത്വം എടുക്കാൻ നിർബന്ധിച്ചത്. അങ്ങനെ 1969 ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അംഗമായി. അന്ന് ഷൊർണൂർ യൂണിറ്റ് ഈ പ്രതിഭകളുടെ കാര്യത്തിൽ അതിസമ്പന്നമായിരുന്നു. കോളേജിലെ ശാസ്ത്രാധ്യാപകർ, മലയാള അധ്യാപകർ, അതുപോലെ ആയുർവേദ പണ്ഡിതന്മാർ, അലോപ്പതി ഡോക്ടർമാർ, ഇങ്ങനെ നിറഞ്ഞൊരു സദസ്സായിരുന്നു. അപ്പം ഞങ്ങൾ ഏറെക്കുറെ അന്ന് ഈ ശാസ്ത്രം മാത്രമല്ല, രാഷ്ട്രീയവും മാത്രമല്ല, ഈ സൂര്യന് കീഴിൽ എല്ലാ വിഷയങ്ങളും ഏറെക്കുറെ ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വലിയ പാലക്കാട് ജില്ലയിൽ 1ാം കട യൂണിറ്റായിരുന്നു ഞങ്ങളുടെ ഷൊർണൂർ യൂണിറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പുതിയ അറിവുകളിലേക്കുള്ള സഞ്ചാരം, മനസ്സിലും ചിന്തകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്ന് അങ്ങനെ പരിഷത്തിൽ ചർച്ചകൾ പങ്കെടുത്തപ്പോഴാണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തും ഇത്തരം പുതിയ അറിവുകൾ വായിക്കണം എന്നുള്ള തോന്നലുണ്ടായതും അത് കിട്ടാനുള്ള വഴി അന്വേഷിച്ചു അവിടെയാണ്. അങ്ങനെയാണ് ഈ ഒരു പുതിയ അറിവ് കിട്ടിയത്. അത് മദ്രാസിലേക്ക് എഴുതിയാൽ നമുക്ക് ഏത് വേണേൽ പുതിയ വൈദ്യശാസ്ത്രത്തെ പുതിയ അറിവുകൾ കിട്ടും. അത് മദ്രാസാണ്, ഇപ്പോഴത്തെ ചെന്നൈ. അവിടെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഫർമേഷൻ സർവീസസ്, മൗണ്ട് റോഡ്, മദ്രാസ് 2, ആ അഡ്രസ്സിൽ ഒരു കത്തയച്ചാൽ മതി. ഐ വാണ്ട് ടു ഹാവ് ദ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഓൺ ഏതെങ്കിലും രോഗത്തിൻ്റെ പേര് എഴുതി വെച്ചാൽ അധികം ദിവസങ്ങളെടുക്കില്ല, വളരെ വേഗം ഈ സാധനം അവർ അയച്ചു തരും. ഞാൻ അതായിരുന്നു അന്ന് ഈ ക്ലാസ് എടുക്കാനും എഴുതാനൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഈ കൃത്യമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ പലരും എന്നോട് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് അത്ഭുതം, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു നോക്കിയ ധാരണ. ഇതിന് ഒരുപാട് പുതിയ അറിവുകൾ ലോകമെമ്പാടും അതേ വരുന്നുണ്ട് പുറത്ത്. പിന്നെ അടുത്ത കൊല്ലമായപ്പോൾ 1970 ആയപ്പോൾ 1970 ഞാൻ ഷൊർണൂരിലെ ഒരു MBBS ഡോക്ടർ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ വിശാല മനസ്കനായ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ചെന്നോളാൻ പറഞ്ഞു. അദ്ദേഹമാണ് ഈ ഡയഗ്നോസിസ് കൃത്യമായി പഠിപ്പിച്ചത്. അതൊരു വലിയ അത്ഭുതമായിരുന്നു, വലിയ അനുഗ്രഹമായിരുന്നു. എങ്ങനെയാണ് നമ്മൾ രക്തപരിശോധന നടത്തേണ്ടത്, ഓരോ രോഗത്തിലും അതിനെ കണ്ടുപിടിക്കേണ്ട പറ്റിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരിക. മാത്രമല്ല, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് പ്രാക്ടീസ് ആരംഭിച്ചപ്പോൾ ഈ രക്തപരിശോധനയ്ക്ക് എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നോട് പറയുന്ന ഒരു ഭാഷയുണ്ട്, ആയുർവേദക്കാരും പറയാറില്ലല്ലോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം അറിവുകൾ ഒരുപാടത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആയുർവേദ കോളേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നമ്മൾ ഈ ഏതോ നൂറ്റാണ്ടിൽ എഴുതി വെച്ച കാര്യങ്ങൾ അത് ഇന്നും അതുപോലെ പാടിക്കൊണ്ടിരിക്കുക ആയുർവേദ കോളേജുകളിൽ. ഈ പുതിയ അറിവുകളായിട്ട് ഒരു ബന്ധവുമില്ല അവിടുത്തെ സിലബസിൽ. അപ്പം ഞാനീയുടെ യാത്ര പോകുമ്പോൾ ഒരു ദിവസം യാത്രയിൽ ഒരു BAMSകാരി പെൺകുട്ടി, അവരുടെ ഡോക്ടർ ഭർത്താവ് കൊച്ചും ഉണ്ടായിരുന്നു. വളരെ നിരാശയോടുകൂടിയാണ് അവർ സംസാരിച്ചത്. പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, ഇത്രയും ഇത് പ്രതീക്ഷിച്ചില്ല. വേറൊരു ദിവസം യാത്രയിൽ BAMSകാരി ലേഡി ഡോക്ടർ, അവരുടെ കൊച്ച്, അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരും ഇതേ ഭാഷ പറഞ്ഞു, ഒരു പ്രയോജനമില്ല ഇത് പഠിച്ചിട്ട്. സർക്കാർ ജോലി കിട്ടിയാൽ രക്ഷപ്പെടും, അല്ലാത്തവരുടെ കാര്യം കട്ട പുകയാണെന്നാണ് ഈ രണ്ടു കൂട്ടരും പറഞ്ഞത്. ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്.
ആയുർവേദ രംഗത്തുള്ള ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്, എന്നോട് ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഈ ആയുർവേദ കോളേജിൽ പഠിച്ചിറങ്ങിയവന്മാർക്ക് ഒന്നും അറിയില്ല. ഞാനൊന്ന് ചിരിച്ച് തള്ളാറാ പതിവ്, കാരണം നമ്മൾ തിരിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമായ, കാരണം ആയുർവേദ കോളേജുകളിൽ കുട്ടികളെ കിട്ടാതെ വരും. ഈ ആയുർവേദം, ഈ രംഗം വളരെ മോശമാണ്. ഇതൊരു ചെറിയ സംഭവമല്ല ആയുർവേദം. ആയുർവേദം ശാസ്ത്രമല്ല, അത് ശാസ്ത്രീയമായതല്ല എന്ന് ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലുള്ള കാലത്ത് തന്നെ എന്നോട് പറയാൻ ചോദിച്ചിട്ട് ആയുർവേദ ശാസ്ത്രമാണോ? അല്ല എന്നതിന് ഞാൻ മറുപടി പറയാനുള്ളത്. കാരണം ഈ ആയുർവേദ അറിവുകളെന്ന് പറയുന്നത് വളരെ വിലയേറിയ അറിവുകളാണ്. അറിവുകളുടെ നിധി കുംഭമാണ്, നിധി ശേഖരമാണ്, അതല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പരീക്ഷസിദ്ധമായി തെളിയിക്കപ്പെട്ടവയല്ല അറിവുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ പറയുന്ന കാര്യം സത്യമാണോ അല്ലെന്ന് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാം, തെളിവ് കിട്ടും. പച്ചവെള്ളം 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനുമാക്കി മാറ്റി നിർത്തിയാൽ തെളിവായി അത് പച്ചവെള്ളമാണെന്ന്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ നമ്മൾ ഏത് കാര്യവും പരിശുദ്ധമായി തെളിയിക്കാൻ പറ്റുന്ന കാലമാണിത്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു വലിയ കുറവാണ് ആയുർവേദം സംബന്ധിച്ച്. ഇപ്പോൾ നമ്മൾ പഴയ പാടിക്കൊണ്ട് നടക്കാം. ആയുർവേദം അമൂല്യമായ അറിവാണ്, വിലയേറെ അറിവാണ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയാനുള്ളത്, ഈ അടുത്ത കാലം വരെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗം, ഡോക്ടറും മരുന്ന് ഇത്രയും ഉണ്ടായിരുന്നത്. രോഗി, ഡോക്ടർ, മരുന്ന്, രോഗം. ഈ കുറച്ചു കാലമായിട്ട് അവിടെ മാനസിക സംഘർഷം, മനസ്സിനെ കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മാനസിക സംഘർഷം രോഗങ്ങൾ ഉണ്ടാക്കും. ഈ ആയുർവേദത്തിൽ ഇപ്പോൾ അടിസ്ഥാന ടെക്സ്റ്റ് എന്ന് പറയുന്നത് അഷ്ടാംഗഹൃദയമാണ്. അഷ്ടാംഗഹൃദയം തുടങ്ങുന്നത് അങ്ങനെയാണ്, ഈ മാനസിക സംഘർഷം രോഗമുണ്ടാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ഈ പുതിയ പഠനങ്ങളിലൂടെ പറയുന്നത്, ഡിപ്രസ്ഡായ രോഗിക്ക് മരുന്നുകൾ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ശരീരത്തിൽ മരുന്നുകൾ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട്, കാരണം നെഗറ്റീവ് ഹോർമോൺസിൻ്റെ നില ഉയരുമ്പോൾ മരുന്നുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇപ്പോഴും ചില വാർത്തകളിൽ കാണുന്നത്. രോഗിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, നമ്മളിപ്പോഴും കാണാറുണ്ട്. ഇത്രയേ ഉള്ളൂ. അഷ്ടാംഗത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ രോഗി പോസിറ്റീവ് ആകുമ്പോൾ, കൂടുതൽ കോൺഫിഡൻ്റ് ആകുമ്പോൾ, ആത്മവിശ്വാസം വളരുമ്പോൾ മരുന്നുകളുടെ സഹായമില്ലാത്തതിൻ്റെ രോഗങ്ങൾ മാറും. അതാണ് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നടക്കുന്ന അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു താരതമ്യ പഠനം നടക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ 2002 വിദേശത്തു നിന്ന് ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, ഈ ഹൃദയാഘാതത്തിൻ്റെ അറിയിപ്പുകൾ ശരീരം വളരെ നേരത്തെ തരുമെന്ന്. നമ്മളിപ്പോൾ ഹൃദയാഘാതം ആ നെഞ്ചുവേദന ശക്തിയായിട്ട് വരുമ്പോഴാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൻ്റെ മുന്നറിയിപ്പുകൾ ശരീരം നേരത്തെ തരുമെന്ന് 2002 ഒരു പഠന ഫലത്തിൽ വന്നത്. അതിൽ പറയുന്നത് വളരെ സിമ്പിളാണ്. ലെഗ് പെയിൻ ആൻഡ് ക്രാംപ്സ്, രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാലുകളിൽ വേദനയും, മസിൽ കയറുക, കൊച്ചുവലി, ആ മുട്ടിൽ താഴെ പേശി ഉണ്ടാകുന്ന കൊച്ചുവലി. കാരണം ഇതിന് കാരണമാകുന്നത് രക്തധമനികളിൽ നീണ്ടകാലം നീർക്കെട്ട് നിലനിൽക്കുന്നതാണ്. ആയുർവേദ കോളേജിലെ ടെക്സ്റ്റായ അഷ്ടാംഗഹൃദയത്തിൽ വാദശോണിതം എന്നൊരു നിർദ്ധാരണമുണ്ട്. അതിലെ 18ാമത്തെ ശ്ലോകത്തിൽ ഇതാ പറയുന്നത്. ഇതൊരു താരതമ്യ പഠനം നടത്തുന്നില്ല. നമ്മൾ മാനസിക സംഘർഷം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നു ഇത് തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുന്നില്ല. ഒരു പോക്കങ്ങനെ പോവുകയാണ് ഈ സമുദ്ര ശ്ലോകങ്ങൾ പാടിയിട്ട്. ഇത് പരീക്ഷസിദ്ധമായി തെളിയിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വിലയേറിയ വൈദ്യശാസ്ത്ര അറിവുകളായിരിക്കും എന്നുള്ളതിലൊരു സംശയമില്ല. ഇതിവിടെ നടക്കുന്നില്ല. അപ്പോൾ ഷൊർണൂര് ഈ ശാസ്ത്രസാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്ന് ഷൊർണൂർ പഞ്ചായത്താണ്, ഷൊർണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ KP എന്നവരായിരുന്നു. അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ആസ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ താൻ ശ്രമിക്കും, നോക്കും ഏതായാലും. അങ്ങനെ ഈ എൻ്റെ അടുത്ത് വരുന്ന ശ്വാസമുട്ട് അല്ലെങ്കിൽ ആസ്മ അലർജി രോഗികളെ മുഴുവൻ വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എവിടേക്കും എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ. 87 ഏറെക്കുറെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞു. ആസ്മയ്ക്ക് കാരണമാകുന്ന അലർജി അല്ല,
ഇത് മാനസികമായും വൈകാരികമായും മനസ്സിലടക്കി വെച്ച സംഘർഷമാണ് അത്. പിന്നെ ആ തരത്തിൽ പത്രങ്ങൾ ഒരുപാട് കോട്ടയത്തെത്തി. അപ്പോൾ അതൊരു സൗകര്യം കിട്ടി. 85 കോട്ടയത്തെത്തി. കോട്ടയത്ത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൽ ഫിസിഷ്യനായിട്ടാണ് കോട്ടയത്ത് വരുന്നത്. അപ്പോൾ ഈ വന്ന് മാധ്യമപ്രവർത്തകർ ഒരുപാട് സഹായിച്ചു. ഈ ആസ്മയുടെ പുതിയ അറിവ് അച്ചടിക്കാൻ ഒരുപാട് രോഗികൾ വന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്ന് ഒരുപാട് പേര്. അപ്പോൾ 88 ജോലി വേണ്ടാന്ന് വെച്ചു. കോട്ടയത്ത് തന്നെ പ്രാക്ടീസ് ആരംഭിച്ചു. 92 ഈ പുതിയ സിദ്ധാന്തം വഴി രോഗശമനം നേടിയ 10 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. പിറ്റേന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു, ആയുർവേദ മഹാന്മാർ പച്ചയ്ക്ക് പരിഹസിക്കുകയായിരുന്നു മുഖത്ത് നോക്കിയിട്ട്. ഫോണിൽ കൂടെ ഒരുപാട് പേര് അസഭ്യം പറഞ്ഞു. ഇതാണ് നമ്മൾ യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം. 2001 ഈ പുതിയ സിദ്ധാന്തം പരീക്ഷ സിദ്ധമായി തെളിയിക്കാൻ ഒരു റിസർച്ച് പ്രോജക്റ്റ് കൊടുത്തു മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് വകുപ്പിന്. അത് വകുപ്പ് മേധാവി എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമായിരുന്നു, ഈ രോഗത്തിൽ ആഗോളതലത്തിൽ പരിഹാരമില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടെ അതിൻ്റെ കൂടെ തരണം. അത് ഇൻ്റർനെറ്റിൽ പോയി തിരഞ്ഞപ്പോൾ ഈ ആസ്മയുടെ ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അമേരിക്കയിലെ ഒരു ഫൗണ്ടേഷനാണ് ആസ്മ ആൻഡ് അലർജി ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക. അവർ പറയുന്നുണ്ട് ഇതിൻ്റെ പരിഹാരം എളുപ്പമല്ല. അങ്ങനെ ആ പ്രോജക്റ്റ് അദ്ദേഹം സ്വീകരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് അട്ടിമറിക്കപ്പെട്ടു. വളരെ നീചമായി ചതിയിലൂടെ ആയുർവേദാചാര്യന്മാർ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് അട്ടിമറിക്കാൻ. ഗുണ്ടായിസം കൊട്ടേഷൻ വന്നത് വേറെ. അത് ലാൻഡ് ഫോളാണ്. ലാൻഡ് ഫോളിൽ കൂടെ തെറി കേട്ടതിന് കണക്കില്ല. അസംഖ്യ വർഷമായിരുന്നു. ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തിന് മെനക്കെട്ടതിന് സംഭവിച്ച പ്രതികരണങ്ങളിലൊക്കെയായിരുന്നു. അപ്പോൾ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ ആഗോളതലത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വൈദ്യശാസ്ത്ര അറിവുകൾ ആയുർവേദ അറിവുകളുമായിട്ട് കൂട്ടി വായിക്കണം. ഇതോടെ ആയുർവേദ സിലബസ് മുഴുവൻ പരിഷ്കരിക്കണം. ഈ ആയുർവേദ കോളേജിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന സിലബസ് മുഴുവൻ പരിഷ്കരിച്ചില്ലെങ്കിൽ, ഇപ്പോൾ BAMS കഴിഞ്ഞ ആയുർവേദ ഡോക്ടർമാർ പലരും എന്നോട് പറഞ്ഞത് സർക്കാർ സർവീസിൽ കയറിയാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയാണെന്നാണ്. പലരും വേറെ പല പഠിക്കും പോകാൻ തുടങ്ങിയത് കേട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ആയുർവേദത്തിൽ നമ്മുടെ കേരളം ഒരുപാട് സമ്പന്നമാണ് നാട്ടറിവുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം തന്നെ ഈ ആഗോളതലത്തിൽ 2015 അമേരിക്കയിൽ നിന്ന് വന്ന ഏറ്റവും പുതിയ പഠനത്തിൽ പറയുന്നത് നിലവിലുള്ള സിദ്ധാന്തങ്ങൾ മുഴുവൻ തിരുത്തി കുറിച്ച കാര്യമാണ്. നിലവിലുള്ള എല്ലാ സിദ്ധാന്തങ്ങളും തിരുത്തി കുറിച്ചിരിക്കുന്നു. പുതിയ അറിവുകളോട് ചികിത്സിച്ചാൽ അതിൽ പറയുന്നൊരു വാചകമുണ്ട്, അത് വളരെ മനോഹരമാണ്. പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ വേണമെന്ന ധാരണ ഇതോടെ വഴിമാറുന്നു എന്നുള്ളതാണ്. അതിലറിവിൽ രോഗകാരണങ്ങൾ പറയുന്നത് ശരീരത്തിൽ അമിതമായി ശേഖരിച്ച് വെച്ചിട്ടുള്ള കൊഴുപ്പും അണുബാധകളുമാണെന്നാണ്. അപ്പോൾ ആയുർവേദത്തിലെ രോഗനിർണയത്തിൽ പറയുന്നത് ഈ ദുർമേധസ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഈ ദുർമേധസ് എന്ന് പറയുന്നതാണ് ഈ അധികമായി ശേഖരിച്ച് വെച്ചിട്ടുള്ള കൊഴുപ്പാണ്. അപ്പോൾ ആയുർവേദത്തിലെ നാട്ടറിവുകളിൽ, നമ്മുടെ ടെസ്റ്റുകളിൽ ഇല്ലാത്ത കുറേ നാട്ടറിവുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട്. ഇതിൽ പറയുന്ന ഒരു പ്രതിവിധിയുണ്ട് ഈ പ്രമേഹത്തിന്. പച്ചമഞ്ഞളും നെല്ലിക്കും കൂടെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് കുടിച്ചാൽ പ്രമേഹം മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, പച്ചമഞ്ഞളിൻ്റെ നീര് അണുബാധയെ ചേർക്കാൻ സഹായിക്കും, നെല്ലിക്ക ഈ അമിത കൊഴുപ്പ് ശേഖരത്തെ കുറയാൻ സഹായിക്കും. അപ്പോൾ ആയുർവേദത്തിൽ ഇതുപോലെ ഒരുപാട് അറിവുകളുണ്ട്. ഈ മാതളനാരകത്തിൻ്റെ തോട് കഷായം വെച്ച് കുടിച്ചാൽ ഭക്തരോധം മാറുമെന്നാണ് പറയുന്നത്. ഭക്തരോധം എന്ന് പറയുന്നത് അന്നനാളത്തിൽ വരുന്ന ക്യാൻസറാണ് പുതിയ അറിവനുസരിച്ച്. അപ്പോൾ ഇതുപോലെ ആയുർവേദ ടെക്സ്റ്റിൽ പറയാത്തതും പറഞ്ഞിട്ടുള്ളതുമായി ഒരുപാട് സിമ്പിൾ ഇതുപോലത്തെ അറിവുകളുണ്ട്. നമ്മുടെ ആയുർവേദ കോളേജുകളിൽ ഇത്തരം ഔഷധ യോഗങ്ങളെക്കുറിച്ച് പഠനം നടത്തണം. അതാണ് ഇപ്പോൾ അത്യാവശ്യമുണ്ട്. അല്ലാണ്ട് അന്തർദേശീയ ആയുർവേദ ഗവേഷണ കേന്ദ്രം നമ്മുടെ ആരോഗ്യ സർവകലാശാലയല്ല, ഓരോ ആയുർവേദ കോളേജും ഗവേഷണ കേന്ദ്രമാകണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പ്രോജക്റ്റ് പ്രമേഹത്തിൽ ഈ നാട്ടറിവുകളിൽ പറയുന്ന മരുന്നുകൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്, അത് എത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട്. അതുപോലെ ഈ ഈസോഫാഗസ് ക്യാൻസറിൽ ഈ പറയുന്ന ഈ മാതളനാരകത്തിൻ്റെ കഷായം അത് എത്ര പേരിൽ ഫലപ്രദമാകുന്നുണ്ട്.
ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയാൽ ഇപ്പോൾ ആടലോടകത്തിൻ്റെ ഇലയുടെ നീര് വാട്ടിപ്പിഴിഞ്ഞ് അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഒരു ചുമയൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം പഠനങ്ങളിലൂടെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഭാവി വളരെ പരിതാപകരമായിരിക്കും. അതായത് ആദ്യം ചെയ്യേണ്ടത് ആയുർവേദ ആചാര്യന്മാർ ഈ പരസ്പരം ചതി, പാരവത്വം, ഗുണ്ടായിസം, കൊട്ടേഷൻ ഒന്ന് ആദ്യം അവസാനിപ്പിക്കണം. കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടായി പറയുന്നത്. എന്നിട്ട് ആരെങ്കിലും ഒരു പുതിയ അറിവ് പറയുന്നുണ്ടെങ്കിൽ അത് കൂട്ടമായിരുന്നു ചർച്ച ചെയ്യണം. വിദേശങ്ങളിൽ നിന്ന് സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്ന അറിവുകൾ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കിട്ടുമത്. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഓൺ ആർത്രൈറ്റിസ് അടിച്ചു കൊടുത്താൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഒരുപാട് ആയുർവേദ റിസർച്ച് ഫൗണ്ടേഷൻസിൻ്റെ മേൽവിലാസം വരും. അവരുടെ പഠനങ്ങളും ഇത് നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചിട്ട് അതായിരിക്കണം പിന്നെ ജനങ്ങളോട് പറയേണ്ടത്. അല്ലാണ്ട് വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം നേടിയ സമൂഹം അത് അംഗീകരിക്കില്ല. അപ്പോൾ ആയുർവേദത്തിൽ അറിവ് പുതുക്കുക എന്നുള്ള പ്രക്രിയ എത്രയും വേഗം ആരംഭിക്കണം. എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് തന്നെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഈ പരീക്ഷണമായി തെളിയിക്കപ്പെടേണ്ട കാര്യം പറഞ്ഞപ്പോൾ അന്ന് പരിഷത്തിലുണ്ടായിരുന്ന അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ, അലോപ്പതി ഡോക്ടറായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഈ പരീക്ഷസിദ്ധമായി തെളിയിക്കപ്പെടാത്ത ആയുർവേദത്തെ ശാസ്ത്രമാണെന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് ജ്യോതിഷത്തിൽ മന്ത്രവാദി ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൂടാ എന്ന് അദ്ദേഹം ചോദ്യമല്ലേ ഇത്. അപ്പോൾ ആയുർവേദ ആചാര്യന്മാരോട്, ആയുർവേദ വിദ്യാർത്ഥികളോട്, ആയുർവേദ സർക്കാർ ശമ്പളം മേടിക്കുന്ന എല്ലാ ആയുർവേദ ഉദ്യോഗസ്ഥന്മാരോടും എനിക്ക് പറയാനുള്ളത്, ആയുർവേദത്തെ ശാസ്ത്രീയവൽക്കരിക്കണം, പുതിയ അറിവുകളുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം. എങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച വൈദ്യശാസ്ത്രമായിരിക്കും ആയുർവേദം. അതാണ് പറയാൻ.